നമസ്കാരം. ഇന്ത്യ എന്ന മഹാരാജ്യത്തിന്റെ ഭരണഘടന പ്രാബല്യത്തിൽ വന്നത് 1950 ജനുവരി 26-നാണ്. എന്നാൽ 1949 നവംബർ 26-നാണ് ഇന്ത്യൻ ഭരണഘടന ഔദ്യോഗികമായി അംഗീകരിക്കപ്പെടുന്നത്. അതിനാലാണ് എല്ലാ വർഷവും നവംബർ 26-ാം തീയതി നാം ഭരണഘടനാ ദിനമായി ആചരിക്കുന്നത്. നമ്മുടെ ഭരണഘടനയുടെ ശില്പിയായ ബഹുമാന്യനായ ഡോക്ടർ BR അംബേദ്കറുടെ മഹത്തായ ആശയങ്ങളെക്കുറിച്ചും ഭരണഘടനയുടെ മൂല്യങ്ങളെക്കുറിച്ചും ജനങ്ങളെ ബോധവാന്മാരാക്കാനാണ് ഈ ദിനാചരണം കൊണ്ട് നാം ലക്ഷ്യമിടുന്നത്. തുല്യത, നീതി, സമത്വം, സ്വാതന്ത്ര്യം, സാഹോദര്യം എന്നിവയാൽ കെട്ടിപ്പടുത്ത ഈ ഭരണഘടന ഉദ്ഘോഷിക്കുന്നത് സർവാധികാരത്തിന്റെയും ഉത്ഭവം പൗരന്മാരാണ് എന്നാണ്. ആകയാൽ ഈ ഭരണഘടനയിൽ ഉണ്ടാകുന്ന ചെറിയൊരു പരിക്ക് പോലും രാജ്യത്തിന്റെ ഹൃദയത്തിൽ ഉണ്ടാകുന്ന വലിയൊരു ക്ഷതമായി മാറുന്നു. ഇതാകയാലാണ് ഭരണഘടനാ സംരക്ഷണം പൗരന്മാരുടെ മുഖ്യ കർത്തവ്യങ്ങളിൽ ഒന്നായി മാറുന്നത്. 2 വർഷവും 11 മാസവും 18 ദിവസവും കൊണ്ട് പൂർത്തിയാക്കിയ ലോകത്തിലെ ഏറ്റവും വലിയ ലിഖിത ഭരണഘടനയായ ഇന്ത്യൻ ഭരണഘടന 448 ആർട്ടിക്കിളുകളും 25 ഭാഗങ്ങളും 12 ഷെഡ്യൂളുകളുമായി ലോകത്തിലെ പല രാജ്യങ്ങൾക്കും മാതൃകയായിട്ടുണ്ട്. പാർലമെന്റ് മുതൽ പഞ്ചായത്ത് വരെയുള്ള ജനാധിപത്യ രീതി വിഭാവനം ചെയ്യുന്ന നമ്മുടെ ഈ മഹത്തായ ഭരണഘടന രൂപകൽപ്പന ചെയ്ത സമിതിയിലെ എല്ലാ അംഗങ്ങളെയും സ്മരിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ നിർത്തുന്നു. ജയ് ഹിന്ദ്.